കഥ ഇവിടെ തുടരുന്നു. എടാ, സ്വന്തം കിട്ടിയോളെ പുളിസീനാണോടാ നീ എണിപ്പുറത്ത് നിന്ന് നോക്കുന്നേ? എൻ്റെ കർത്താവേ, അമ്മച്ചിക്ക് ഇത് എന്തിൻ്റെ കേടാ? എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകണേ? അല്ലാണ്ട് പിന്നെ സ്വന്തം കിട്ടിയോളെ കുളിസീൻ നീ കാണാൻ വേണ്ടി എണിപ്പുറത്ത് നിന്ന് ഇങ്ങനെ തൂങ്ങിക്കിടന്ന് നോക്കണം? അതല്ല എൻ്റെ അമ്മച്ചി, ഇന്നലെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് വൈകിട്ടല്ലേ വന്നത്. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ നേരെ ഇരുട്ടിയാണ് മേലെഴുകാൻ വേണ്ടി കയറിയത്. ഏതോ ഒരു പരനാറി ഒളിഞ്ഞു നോക്കിയെന്നാ പിന്നെ പറയണേ. എന്നിട്ട് എന്താ നീ അപ്പനോടൊന്നും പറയായിരുന്നു? ആ ബെസ്റ്റ്, അപ്പനോടാ എന്നിട്ട് ഇപ്പോൾ പറയണ്ട്. എന്നിട്ട് വേണം പുളിക്കടവിൽ ഒളിഞ്ഞു നോക്കണം, നാട്ടുകാർ മൊത്തം അയാൾ ഇങ്ങോട്ട് പഞ്ഞിക്കിടാൻ. അല്ല, അത് പോട്ടെ, കടവത്തുള്ള തോമസ് ഏട്ടൻ്റെ പെണ്ണുങ്ങളെ അപ്പച്ചൻ തുണിപ്പൊക്കെ കാണിച്ചത് അമ്മച്ചിക്ക് ഓർമ്മ ഉണ്ടോ? ആ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല അമ്മച്ചിയെ. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ അതൊന്നും പറയണ്ട. അല്ല, നീ എന്ത് കോപ്രായം എവിടെ നിന്ന് കാണിക്കുന്നേ? അത് അമ്മച്ചി, ഒരാൾ ഏണി വെച്ചാൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് ഒന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ആ പരനാറി വീഡിയോ ഒക്കെ എടുത്തു എന്നാവാം. എൻ്റെ പുണ്ണാള, പെണ്ണ് കെട്ട് 3 ദിവസത്തോളം കഴിഞ്ഞു, ഇതുവരെ ഞാനൊന്നും കണ്ടിട്ടില്ല. ഇനി വല്ല വാട്സപ്പ് ഗ്രൂപ്പിൽ വരുമെന്നാവോ. കർത്താവേ കാത്തോണേ. അല്ല, എന്നാലും ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഏത് തെണ്ടിയാ ഈ നാട്ടിലുള്ളത്? കർത്താവിനറിയാം. മതി ചെല്ല്, നിൻ്റെ അപ്പ നിന്നെ വിളിക്കുന്നുണ്ട്. മോനെ, നീ എവിടെ? ഇങ്ങേരുത് രാവിലെ തന്നെ തുടങ്ങിയോ? എന്താ അപ്പം? അല്ല, നീ എന്താ ഇവിടെ? നീ ഇന്ന് തോട്ടത്തിലേക്കൊന്നും പോയില്ലേ? ഇത് ഞാനിത് എന്നാത്തിൻ്റെ കേടാ? കൊച്ചിൻ്റെ മിന്നുകെട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അവൻ 2 ദിവസം കൂടി പെരകത്തിരിക്കട്ടെ. ഇതിപ്പോൾ 3 ദിവസമായില്ലേ? അത് മതി. ഇനിയും അവർ പെരകത്തിരുന്നാലേ പെണ്ണ് അടുത്ത ആഴ്ച വരും. ഇതൊക്കെ അതാ വിത്ത്. ഷേടാ, നിങ്ങളിത് എന്തൊക്കെയാ വിളിച്ചു പറയുന്ന മനുഷ്യ? ആ കൊച്ചു കേൾക്കണ്ട. ഡാ, നീ ഇവിടെ നിന്ന് തിരിഞ്ഞ് നടക്കാതെ ആ തോട്ടത്തിലേക്ക് ചെല്ല്. നാടെ മരമുറിക്കാർ വരുന്ന ദിവസമാണ്. ചെന്നിട്ടില്ലെങ്കിൽ മരമൊക്കെ ഒരു മുറിച്ചാൽ കൊണ്ടുപോകും. പിന്നെ തോട്ടത്തിൽ ഒരു മരം ഉണ്ടാവില്ല. ഞാൻ പൊയ്ക്കോളാം അപ്പച്ച. പിന്നെ പോകുമ്പോൾ നീ ആ കൃഷി ഓഫീസിലൂടെ ഒന്ന് പോകണം. അവിടെ വളം വല്ലതും വന്നിക്കണമെന്ന് നോക്കണം. എനിക്കൊന്ന് ബാങ്ക് വരെ പോവാണ്ട്. അപ്പോൾ അതിനുള്ള സമയമൊന്നും കിട്ടൂല. ഈ അപ്പൻ്റെ ഒരു കാര്യം, ഏതൊരു നേരം നോക്കിയാലും തോട്ടം, തോട്, റബ്ബർ ഇതൊക്കെ തന്നെ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. ജെസീക്ക, മോളെ ജെസീക്ക, എന്താ ഇച്ചായ? നീ അവിടെ എന്തെടുക്കുക? ഞാൻ കുളിക്കാണ് ഇച്ചായ. നീ എൻ്റെ ഒരു ഷർട്ടും മുണ്ടും എടുത്തേ, എനിക്ക് തോട്ടത്തിലേക്കൊന്ന് പോകണം. ഇന്ന് പോണോ? ബെസ്റ്റ്. പോയിട്ടില്ലെങ്കിൽ അപ്പനി എന്നെ ബാക്കി വെച്ചേക്കൂല. അപ്പന് ഇത്രയും പേടിയാണോ അച്ചായന്? പേടി മാത്രമല്ല, അതിലുപരി ബഹുമാനമാണ് പുള്ളിക്കാരനോട് എനിക്ക്. 27 കൊല്ലം മുമ്പേ അമ്മച്ചിയെയും ഇത്തിരി പോന്ന ഞങ്ങൾ 3 കൊച്ചുങ്ങളെയും ഒക്കെ കൊണ്ട് പാതിരാത്രിക്ക് ഈ മല കയറി വന്നതാ അങ്ങേര്. ഈ കാണുന്നതൊക്കെ വാശിപുറത്ത് അങ്ങേര് എടുത്തതാ. അതൊന്നും വെറുതെ ആവരുത്. അതാ എന്നോട് ഇത്രയും കർക്കശം കാണിക്കണേ. പക്ഷേ ഉണ്ടല്ലോ, ആ ഉള്ളു നിറച്ച സ്നേഹമാ, പുറത്ത് കാണിക്കത്തില്ല. അതെനിക്കറിയാം. നല്ല അപ്പനും മോനും. ഇനി കഥ ബാക്കി വന്നിട്ട് പറയാട്ടോ. അങ്ങനെ അവൻ അവളുടെ അരക്കെട്ടിലൂടെ കൈവച്ച് പിൻകഴുത്തിലായി ഒന്ന് അമർത്തി ചുംബിച്ചു. അവളുടെ നനഞ്ഞ മുടിയിഴകൾ എൻ്റെ മാറിലൂടെ പടർന്നു കയറി. ഷെടാ ഇച്ചായ, വീട് ആരെങ്കിലും കാണും. ഇവിടെ പാല് വരാനാ? അമ്മച്ചി, ഇച്ചായ വീട്, അമ്മച്ചി വരുന്നു. ഡാ, നീ ഇനിയും പോയില്ലേ? ദാ ഇറങ്ങുക അമ്മച്ചി. നീ അപ്പൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചേ പോകൂ. ഇതേ കൊച്ചേ, നീ അടുക്കളയ്ക്ക് വന്നേ. ഇല്ലിൽ ഇവനിന്ന് പോയത് തന്നെ. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം. ഇറങ്ങുവാൻ നേരം ഞാൻ അവളെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. പോയിട്ട് വരാൻ കേട്ടോ. അതേ, പോയിട്ട് പെട്ടെന്നൊന്നും വരണ്ട. പറഞ്ഞ പണിയൊക്കെ തീർത്തേച്ച് വന്നാൽ മതി. അപ്പൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഡാ, ആ കൃഷി ഓഫീസിൽ കൂടി പോകണം, മറക്കണ്ട. ഇല്ലപ്പാ. ഇവരൊക്കെ ഇത് എന്താ, എവിടെ നോക്കിയാലും ആൾക്കാരാ. അങ്ങനെ അവൻ ബുള്ളറ്റ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അല്പദൂരം കഴിഞ്ഞപ്പോഴേക്കും നല്ല ഇടിവെട്ട് മഴ. പിന്നെ ഒന്നും നോക്കില്ല, നേരെ വണ്ടി വീട്ടിലേക്ക് തിരിച്ചു. ഗേറ്റിൻ്റെ പുറത്ത് വണ്ടിയിട്ട് മതിൽ ചാടി നേരെ അടുക്കള വഴി റൂമിൽ കയറി പറ്റി. ഭാഗ്യം, അപ്പനെ കണ്ടില്ല. പുറത്ത് ഉണങ്ങാനിട്ട തുണികൾ ഓരോന്നായി അടുക്കി വെക്കുകയായിരുന്നു ജെസിക്ക. ഞാൻ പയ്യെ പരുങ്ങി അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിക്കേണ്ട താമസം. അവൾ റൂമിൽ നിന്ന് അലറി വിളിച്ചു, അമ്മച്ചി, കള്ളൻ, എടി പോത്തേ, ഇത് ഞാനടി, നിൻ്റെ ഇച്ചായൻ. ഇങ്ങേരിത് പോയില്ലേ മനുഷ്യ. പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ. അപ്പോൾ കുറച്ച് നിൻ്റെ ചൂടും കൊണ്ട് ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു.
കർത്താവേ, നിൻ്റെ വിളി കേട്ട് അവർ ഇപ്പോൾ വരുമല്ലോ, എന്നെ കൊലുക്കൊടുക്കോ നീ. മോളെ ജെസിക്ക, വാതിൽ തുറക്ക്. എന്താ പറ്റിയേ? ദൈവമേ, ഇതിപ്പോൾ എന്തു ചെയ്യും? ഞാൻ കട്ടിലിനടിയിൽ കയറിയിരിക്കാം, നീ പോയി വാതിൽ തുറക്ക്. എന്താ മോളെ, എന്താ നീ നിലവിളിച്ചേ? അപ്പച്ച, അത് ഒരു പല്ലി മുകളിൽ നിന്ന് വീണപ്പോൾ അറിയാതെ നിലവിളിച്ചതാ. അപ്പം നീ കള്ളൻ എന്ന് പറഞ്ഞല്ലേ നിലവിളിച്ചത്? അത് പിന്നെ ഈ വീട്ടിലൊരൊറ്റ കള്ളനെ കയറത്തുള്ളൂ, അതെനിക്കറിയാം. എവിടെ ആ കഴിവേറി? ഡാഡാ, ആ കട്ടിലിനടി ഇങ്ങോട്ട് പോരെ, ഞാൻ കണ്ടു. ഉലകയായിട്ടുള്ള അപ്പൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ എൻ്റെ പാതി ജീവൻ പോയി. അങ്ങനെ അപ്പൻ്റെ മുഖത്ത് നോക്കി ഞാനൊരു വളിച്ച് ചിരിച്ചെടുത്തു. എടാ നാണമില്ലട നാറി, സ്വന്തം ഭാര്യയുടെ അടുത്ത് ഇങ്ങനെ കള്ളനെ പോലെ ഒളിച്ചും പാത്തും കയറി വരാൻ. അപ്പം അത് പിന്നെ പുറത്ത് നല്ല മഴ ആയതൊക്കെ തന്നെ തോട്ടത്തിൽ പണിക്കാരൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. അതാ പിന്നെ നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഏതായാലും മക്കൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലേ, കാര്യം നടക്കട്ടെ. ഈ അപ്പൻ്റെ ഒരു കാര്യം, അപ്പൻ അതൊന്നും ആക്കി പറഞ്ഞതാണെങ്കിലും ഭാഗ്യത്തിന് വേറൊന്നും സംഭവിച്ചില്ല. ഷെടാ ഇച്ചായ, എന്നാത്തിൻ്റെ കേടാ, അപ്പൻ്റെ മുന്നിൽ ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. എടി പോത്തെ, പുറത്ത് നല്ല മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷ് എന്നൊക്കെ പെണ്ണ് കെട്ടാത്തവർ പറയും. പക്ഷെ അതല്ല സത്യം. പുറത്ത് നല്ല മഴ, കെട്ടിയ പെണ്ണ്, ഒച്ചയുറക്കം, അന്തസ്. അപ്പോൾ പിന്നെ എങ്ങനെയാ? ഞാൻ അവളെയും വലിച്ച് വീട്ടിലേക്ക് മറിഞ്ഞു.